നമസ്കാരം. അതെ, ഞാൻ സാധനങ്ങൾ മേടിക്കണതിലൊരു ഉപരി ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി മെനക്കെട്ട് വന്നേക്കണ്. അത് തിരക്കുണ്ടോ? കാരണം ഈ ചോദ്യം ചോദിച്ചാൽ എനിക്കൊരു ഒരു സമാധാനം ഇല്ല. അതെ, ഇന്നലെ വാട്സാപ്പില് യൂട്യൂബിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പാണ്. അപ്പൊ 65% വോട്ടുള്ളോ അല്ലെങ്കിൽ അതിന്റെ താഴെ ഉള്ളോന്നുണ്ടെങ്കിൽ BJP, അതായത് നമ്മുടെ പാർട്ടി കേറും ജയിക്കുമെന്ന് പറഞ്ഞ അത് കേട്ടപ്പോ നമ്മള് സന്തോഷായി. എന്നാലും ഇപ്പൊ ഇന്നൊക്കെ പോളിംഗ് ശതമാനം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് അത് ഡിക്ലറേഷൻ ആയി. അപ്പൊ ഇനി എന്തുണ്ടാവും ഒന്ന് പറയാൻ പറ്റുമോ? എന്നുവെച്ചാലേ 70 സീറ്റാണ് അവിടെ ഉള്ളത്. 70 സീറ്റില് ഇപ്പോഴത്തെ പോളിംഗ് ശതമാനത്തിന്റെ ഒരു 62-ന് താഴെയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോ നോർമലി നമ്മളൊരു 65-ന്റെ മുകളിലാണെങ്കിലാണ് ആർക്ക് ആപ്പിന് ചാൻസ് പറഞ്ഞത്. വന്നപ്പോ സ്വാഭാവികമായിട്ട് അവിടെ BJPക്ക് നമ്മളിപ്പോ 70 മണ്ഡലം എടുത്ത് നോക്കിയാലേ മിനിമം ഒരു 35-40 മണ്ഡലമെങ്കിലും ഉറപ്പായിട്ട് BJP ജയിക്കുന്ന പൊസിഷനിലാണ് വോട്ടിങ്ങിന്റെ പാറ്റേൺ എടുക്കുന്നത്. കാരണം അടിസ്ഥാന ബേസ് വോട്ട് എന്ന് പറയും. ഞാൻ എപ്പോഴും ഈ ചാനലുകാർ പറയുന്ന തരം തള്ളുകളില്ലേ, OBC EBC മറ്റേ അങ്ങനത്തെ, നമ്മൾ അടിസ്ഥാന ബേസ് വോട്ട് ഉണ്ടെന്ന് ഓരോ പാർട്ടിക്ക്. അതാണെന്ന് വെച്ചാൽ BJPക്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തില് മനസ്സിലായില്ലേ, അതുപോലെ BJPക്ക് ഇന്ത്യയില് ബേസ് ആയിട്ടുള്ള വോട്ടുകൾ. അപ്പൊ ബേസ് ആയിട്ടുള്ള വോട്ടുകൾ അവർക്ക് ഒരു ബേസ് ഉണ്ടെന്ന്. ആ ബേസിന്റെ അടിസ്ഥാനത്തില് ഇപ്പോഴത്തെ വോട്ടിങ്ങിന്റെ പെർസെൻറ്റേജ് വെച്ച് 40 സീറ്റ് 39 അല്ലെങ്കിൽ 40 സീറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പ് ഗ്യാരണ്ടി പറയും. ഏത് അതിന് ചാനലുകാർ പലതും പറയും അടിയിലും മുകളിൽ. പക്ഷെ എൻ്റെ ഇതിൽ പ്രകാരം 39-40 ആ റേഞ്ചിൽ BJP കിട്ടുന്നതാണ് എൻ്റെ കണക്ക് വെച്ചുള്ള വിശ്വാസം. ചാനലുകാരോ അല്ലെങ്കിൽ എന്ത് പറയുന്നത്, നമ്മളിപ്പോ കേരളത്തിൽ 140 മണ്ഡലത്തിലും അടിസ്ഥാന വോട്ടിനെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ കണക്ക് പറയുന്നതാണ്. ഇന്ത്യയില് എല്ലാ സ്റ്റേറ്റിലും ഓരോ പാർട്ടിയുടെ ബേസ് വോട്ട് വെച്ച് പറയുന്നു. അത് കോൺഗ്രസിനാണ് ഈ ബേസ് വോട്ട് ഇല്ലാത്ത പാർട്ടി. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓളാണ്, ഒരു ഓളത്തിന് കയറി വരും, ഓളത്തിന് പോവുകയും ചെയ്യും. പക്ഷെ BJPക്ക് അങ്ങനെ ഇല്ലാന്ന്. ഏത് ഓരോ സ്റ്റേറ്റിലും വോട്ടുണ്ടെന്ന്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത്, രാജസ്ഥാന്, മധ്യപ്രദേശ്, മറ്റേ എന്താ പറയാ ഒറീസ പോലെയുള്ള സ്റ്റേറ്റിലെ ആ ബേസ് വോട്ട് കൊണ്ടാണ് അവർക്ക് കേരളത്തിലും ഉണ്ടല്ലോ എന്ത് വന്നാലും ഞങ്ങൾ LDFനെ ചെയ്യുന്ന പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇത്തരം അന്ന് ഇത് വെച്ചിട്ട് BJPയുടെ ബേസ് വോട്ട് വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ വോട്ടിങ്ങിന്റെ പെർസെന്റേജ് വെച്ചിട്ട് 39-4 അത് ഉറപ്പായിട്ട് കിട്ടുന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതങ്ങനെ കിട്ടട്ടെ, എന്നിട്ട് വേണം ഞാൻ ചെലവ് തരാനായിട്ട് വരാൻ. എന്തായാലും ലഡുണ്ട്. ഞാനേ നമ്മള് സാധനം നടത്തുന്ന ആളാണല്ലോ. നമുക്ക് വസ്തുതകൾ പറയാം, നമ്മുടെ ഒരു കണക്കിനനുസരിച്ച് റീഡിങ് അനുസരിച്ച് പറയുന്നു മാത്രം. ആയിക്കോട്ടെ. അത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലാന്ന്, അല്ല ചാനലുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ലാന്ന്. നമ്മുടെ ഒരു സായാഹ്ന ചർച്ച അത്ര ഇവിടെ നമ്മുടെ കടയിൽ പല ആളുകൾ വരുമ്പോ പലതരത്തില് ചോദ്യം ചോദിക്കുമ്പോ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നു മാത്രം. ശരിയായാലും തെറ്റാണെങ്കിലും നമുക്ക് വിഷയമില്ല. നമുക്കൊരു ചാനലുകാരുടെ അഭിപ്രായം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അഭിപ്രായം, നമുക്ക് നമ്മുടേതായുള്ള അഭിപ്രായം ഉണ്ട്. നമുക്ക് നമ്മുടെ അഭിപ്രായം ഉണ്ടെന്ന് അത് നമ്മൾ വ്യക്തമാക്കുന്നത് മാത്രം. എന്റെ പാർട്ടി ജയിക്കട്ടെ. ഓക്കെ, ശരി. അപ്പൊ